ഇസ്രായേലി അമേരിക്ക സഖ്യം ഇറാന് മേൽ നടത്തുന്ന ആക്രമണവും അവരുടെ പ്രതിരോധാക്രമണവും തുടരുകയാണ്. പ്രതിരോധാക്രമണം പ്രധാനമായും യു എസ് ബേസുകളുള്ള അറബ് രാജ്യങ്ങൾക്ക് നേരെയാണ്. ഇന്നിപ്പോൾ കുവൈറ്റിലടക്കം ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നോടൊപ്പം റബി മുഹമ്മദ് ന്യൂസ് ഡെസ്കിലും ചേരുന്നു. റബി, ഈ ഇന്നത്തെ ഇപ്പം GCC ഉണ്ടായ അറ്റാക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വലിയ ആക്രമണം ഏതാണ്? നിഷാദ്, GCC രാഷ്ട്രങ്ങൾക്ക് എല്ലാം നേരെ ഇറാന്റെ ആക്രമണം തുടരുന്ന കാഴ്ചയാണ് ഇന്നും നമ്മൾ കാണുന്നത്. ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കുവൈത്തിലെ ഈ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. എംബസിക്ക് പരിസരത്ത് നിന്നും തീയും പുകയും വരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ആക്രമണം നടന്നു എന്ന് പ്രദേശവാസികൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറയുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ കുവൈത്തോ അമേരിക്ക ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നടത്തിയിട്ടില്ല. കുവൈത്തിലുള്ള അമേരിക്കൻ പൗരന്മാരോട് എംബസിയിലേക്ക് വരരുതെന്നും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ തന്നെ തുടരണമെന്നുള്ള ഒരു നിർദ്ദേശവും അമേരിക്കൻ എംബസി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ കുവൈത്തിൽ മറ്റു ചില ആക്രമണങ്ങൾ തന്നെ ഇന്ന് നടന്നിട്ടുണ്ട്. അവിടെ കുവൈത്തിലെ അൽ അഹമ്മദി റിഫൈനറിയിൽ ഉണ്ടായ ആക്രമണത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മിസൈലിൻ്റെയോ അതല്ലെങ്കിൽ മറ്റ് സ്ഫോടക വസ്തുക്കളോ പതിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ചിട്ടാണ് 2 പേർക്ക് പരിക്കേറ്റത് എന്നാണ് കുവൈത്ത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. വളരെ വലിയ പരിക്കുകളല്ല, ചെറിയ രീതിയിലുള്ള പരിക്ക് മാത്രമാണെന്നും അവർ സ്ഥിരീകരിച്ചിരിക്കുന്നു. അവിടെയുള്ള തൊഴിലാളികളോ മാറ്റുകയോ അല്ലെങ്കിൽ റിഫൈനറിയുടെ പ്രവർത്തനങ്ങളെയോ ഉൽപ്പാദനത്തെയോ ഒന്നും ഉൽപ്പാദന പൂർണ്ണശേഷിയിൽ തന്നെ പ്രവർത്തനം തുടരുന്നുണ്ട്. പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് കുവൈത്ത് ഔദ്യോഗികമായി അറിയിക്കുന്നത്. മറ്റൊരു ആക്രമണം നടന്നിരിക്കുന്നത് ബഹ്റൈനിലാണ്. ബഹ്റൈനിലും ഇന്ന് രാവിലെ പുലർച്ചെ നടന്ന ആക്രമണത്തിൽ സൽമാൻ ഇൻഡസ്ട്രിയൽ സിറ്റിയിലെ കപ്പലിന് തീപിടിക്കുകയും അവിടെ 2 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ UAE-യിൽ 3 മരണമുണ്ടായിരുന്നു. ബഹ്റൈനിലും ഒരാൾ ഈ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഖത്തറിലും അതുപോലെ തന്നെ UAE-യിലും വിവിധ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. അബുദാബിയിൽ ആക്രമണം നടന്നെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഖത്തറിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഡ്രോൺ പരത്തുന്നതുൾപ്പെടെ വലിയ നിരോധനങ്ങൾ ഖത്തർ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായും സംഭവിച്ചുകൊണ്ടിരുന്ന മറ്റൊന്ന്, ഇറാൻ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുമ്പോൾ ഗൾഫ് വിപണിയെ അത് വലിയ രീതിയിലും ബാധിക്കുന്നുണ്ട്. ചരക്ക് ഗതാഗതത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. ഓഹരി വിപണികൾ വലിയ മാറ്റമുണ്ട്. ഗൾഫ് ഓഹരി വിപണികളെല്ലാം തന്നെ ഇന്നും അടഞ്ഞുകിടക്കുകയാണ്. ഈ രീതിയിൽ ഇറാൻ തുടർച്ചയായ 3-ാം ദിവസവും ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിഷാദ്.